നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. നഗരഗ്രാമങ്ങളിൽ ആവേശം അലതള്ളി. ഇനി നിശബ്ദ പ്രചരണം. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. പാലക്കാട്, തൃശൂർ ഉൾപ്പെടെ ശേഷിക്കുന്ന ജില്ലകൾ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങൾ സജ്ജം. ഒരുക്കങ്ങൾ തൃപ്തികരമെന്ന് അധികൃതർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണ നടപടികൾ ബുധനാഴ്ച രാവിലെ ആരംഭിക്കും. തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെയും വികസന വിരോധികളെയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന പാലക്കാട് മുന്നോട്ട്. പാലക്കാട് നഗരത്തിൽ വികസനം മുരടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്താനും ആഹ്വാനം. 5 വിളക്കിൽ പാലക്കാട് മുന്നോട്ടിന്റെ പ്രത്യേക പ്രചരണ പരിപാടി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകൻ ചെന്നൈയിൽ വെച്ച് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ദേശമംഗലം സ്വദേശി കനകകുമാർ. കൊട്ടേഷൻ സംഘം വ്യവസായിയെ ആക്രമിച്ച് തടവിലാക്കിയ സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിൽ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വണ്ടൂർ സ്വദേശി വ്യവസായിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അമ്പലക്കള്ളൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലായി 20ഓളം മോഷണ കേസിൽ പ്രതിയായ വെസ്റ്റ് കൊടുമുണ്ട സ്വദേശി കൃഷ്ണാനന്ദൻ. പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് വാടനാകുറിശി തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ. ട്രെയിൻ യാത്രയ്ക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 6 വർഷത്തിന് ശേഷം പിടികൂടി ഷൊർണൂർ റെയിൽവേ പോലീസ്. കാർ വിൽപ്പനയ്ക്കെത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനം. ഷൊർണൂരിലും ആവേശമായി രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം. ഷൊർണൂർ ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. ഇനി ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ്. 1 മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടായിരുന്നു വീറും വാശിയും ആവേശവുമായി ഷൊർണൂരിലെ കൊട്ടിക്കലാശം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും പ്രവർത്തകരും പല സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിൽ പങ്കാളിയായി. പരസ്യപ്രചരണം അവസാനിച്ചതോടെ ഇനി ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന്റെ ഒരു നാൾ. അവസാനവട്ട വോട്ടുറപ്പിക്കാനായി സ്ഥാനാർത്ഥികളും അണികളും നേതാക്കളും വീടുകൾ കയറി വോട്ടഭ്യർത്ഥന നടത്തും. ഷൊർണൂർ നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ ഭരണം പിടിച്ചെടുക്കാൻ UDFും BJPയും പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. എന്തായാലും ഇത്തവണ ഷൊർണൂരിൽ പോരാട്ടം തീപാറും. ഇനി വ്യാഴാഴ്ച വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാൻ പ്രചരണ രംഗത്ത് വാശിയോടെ UDF. നഗരസഭാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള MP VK ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹനയാത്രയും പ്രചരണ പദയാത്രയും 53 വാർഡുകളുടെയും സഞ്ചരിച്ച് സുൽത്താൻപേട്ടയിൽ സമാപിച്ചു. ഐക്യജനാധിപത്യത്തിനിടയിൽ സമർപ്പിച്ചിരിക്കുന്ന സാരഥികൾ TV രാജേഷിന് അനുകൂലമായി വിലയേറിയ വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരികയാണ്. ജൈനിമേട്ടിൽ നിന്നാരംഭിച്ച പ്രചരണ ജാഥയിൽ വാഹനത്തിലും അല്ലാതെയും UDFന്റെ നിരവധി പ്രവർത്തകർ അണിനിരന്നു. 53 വാർഡുകളിലൂടെ സഞ്ചരിച്ച് സുൽത്താൻപേട്ടയിൽ ജാഥ സമാപിച്ചു. സ്ഥാനാർത്ഥികൾക്ക് പുറമെ നേതാക്കളായ KA തുളസി, CV സതീഷ്, രമേഷ് പുത്തൂർ, AM സലീം, സുധാകരൻ പ്ലാക്കാട് തുടങ്ങിയവർ ജാഥയിൽ അണിനിരന്നു. കഴിഞ്ഞ 10 വർഷമായി പാലക്കാട് നഗരസഭാ ഭരണം കൈയാളുന്ന BJPയുടെ തുടർ ഭരണമോഹം അവസാനിപ്പിക്കുമെന്ന് സുൽത്താൻപേട്ടയിൽ നടന്ന സമാപന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. BJPയിൽ വനിതാ നേതാക്കന്മാർ പരസ്യമായി പ്രതികരിച്ചതാണ്. അപ്പം തന്നെ അറിയാം എത്രമാത്രം പ്രശ്നങ്ങൾ ആ ഭരണ മുന്നണിയിലുണ്ട്. അവർക്ക് ഒരിക്കലും നഗരത്തിൻ്റെ വികസനം കാണാൻ കഴിയില്ല. നിഷ്പക്ഷമായി നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അത് കഴിയണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം. തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് നഗരസഭയിൽ സംശുദ്ധമായ ഒരു ഭരണം, നീതിപൂർവമായ ഒരു ഭരണം, വികസനോന്മുഖമായ ഒരു ഭരണം കോൺഗ്രസിനെ നടത്താൻ കഴിയൂ, UDFനെ നടത്താൻ കഴിയൂ. തീർച്ചയായിട്ടും ജനങ്ങൾ UDFനൊപ്പമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് കരുത്തു തെളിയിച്ച LDF റാലി. നഗരത്തെ ചെങ്കടലാക്കി റാലിയിൽ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അണിനിരന്നു.
ടി ശശിധരൻ റാലി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ സ്വീകരിക്കുന്നത് ധാർമ്മികതയുണ്ടോ എന്നാണ്. സത്യസന്ധതയും ധാർമ്മികതയും ഉണ്ടോ? പറയുന്ന കാര്യങ്ങളിൽ ഒരു 50% ചെയ്യുന്നവരാണോ? ഇതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടു. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ചവറെല്ലാം മീനാക്കാം, വെള്ളമെല്ലാം തേനാക്കാം, മണലെല്ലാം പഞ്ചസാരയാക്കാം. അങ്ങനെ സ്വർഗസ്ഥനായ സമൂഹത്തിൻ്റെ അറ്റത്ത് ദേവേന്ദ്ര സഭയിൽ ഉർവശി, മേനക, രംഭ, തിലോത്തമമാരുടെ നല്ല നൃത്തം, രാമച്ച വിശറി കൊണ്ടുള്ള കാറ്റ്, ആപ്പിള്, മുന്തിരി, നറുനണ്ടിക്കിഴങ്ങ്, പാല് തുടങ്ങിയതെല്ലാം തിളപ്പിച്ചും മാറ്റിയും വെച്ചിട്ടുള്ള സമൂഹം അങ്ങനെയാണോ വേറെ? നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും ദാരിദ്ര്യമൊക്കെ ചിരീശ ഉണ്ടെന്ന്. ചിരീശൊക്കെ ദാരിദ്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ അതിദാരിദ്ര്യം പോയി. കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം MP ഉണ്ണി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി A സിന്ധുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി K ഗംഗാധരൻ, മനുശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി V വിജിത, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, KP സുധീർ, K കൃഷ്ണകുമാർ, വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, മനുശ്ശേരി ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിലെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കുറ്റപത്രവും പുതിയ വികസന കാഴ്ചപ്പാടുമായി ചൂണ്ടിക്കാട്ടി പ്രകടന പത്രികയും UDF പുറത്തിറക്കി. ഷൊർണൂരിൽ ഉറപ്പുള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് UDF മുനിസിപ്പൽ കമ്മിറ്റി പറയുന്നത്. ഷൊർണൂർ നഗരപരിധിയിലെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയുള്ള കുറ്റപത്രവും പുതിയ വികസന കാഴ്ചപ്പാടുകൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രകടന പത്രികയുമാണ് UDF മുനിസിപ്പൽ കമ്മിറ്റി പുറത്തിറക്കിയിരിക്കുന്നത്. നഗരപരിധിയിലെ തകർന്ന റോഡുകൾ 100 ദിവസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ, SMB ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ ടൗൺ വരെ നവീന മാതൃകയിലുള്ള നടപ്പാത നിർമ്മിക്കും. വനിതാ വ്യവസായ പാർക്ക് നടപ്പിലാക്കും. ഇന്ദിര ക്യാൻറ്റീനിലൂടെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണ വിതരണം നടപ്പാക്കും. കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കുന്ന തരത്തിലുള്ള വിപണന കേന്ദ്രം സ്ഥാപിക്കും. തുടങ്ങിയ നിരവധി വികസന കാഴ്ചപ്പാടുകളാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അതേസമയം നിലവിലെ വികസന പോരായ്മകളെക്കുറിച്ചാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. 2021 ആധുനിക രീതിയിൽ നിർമ്മിച്ച ഷൊർണൂർ കുളപ്പുള്ളി പാതയുടെ തകർച്ച സമാനതകളില്ലാത്ത അഴിമതിയുടെ നേർക്കാഴ്ചയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രി ഭരണവർഗത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ നേർസാക്ഷ്യമാണെന്നും പറയുന്നു. ഷൊർണൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 4 പതിറ്റാണ്ട് ഭരിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്നും UDF പുറത്തിറക്കിയ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇത്തവണ വികസന മുന്നേറ്റത്തിനായി ഷൊർണൂരിൽ ഉറപ്പുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനാകുമെന്നും UDF നേതാക്കൾ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ പോളിംഗ് സാമഗ്രികൾ ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രത്തിൽ നിന്നും ബുധനാഴ്ച രാവിലെ വിതരണം ചെയ്യും. ഇതിനു വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. 4 കൗണ്ടറുകൾ കൂടിയാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തുക. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഷൊർണൂരിലെ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രത്തിലാണ്. വിതരണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ റിട്ടേണിംഗ് ഓഫീസർ സിജോ തോമസിന്റെ നേതൃത്വത്തിൽ പോളിംഗ് സാമഗ്രികൾ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങും. 10 മണിയോടുകൂടി സ്ട്രോങ് റൂം തുറന്ന് നടപടിക്രമങ്ങൾ ആരംഭിക്കും. 4 കൗണ്ടറുകളാണ് പോളിംഗ് സാമഗ്രികൾ വിതരണത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി വിതരണം പൂർത്തിയാകാനാകും. അതത് ബൂത്തുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരും പോളിംഗ് സാമഗ്രികളും കൊണ്ടുപോകുന്നതിനാവശ്യമായ വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ബൂത്തിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 ഉദ്യോഗസ്ഥരുണ്ടാകും. ഇത്തരത്തിൽ 35 വാർഡുകളിലേക്കായി 140 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞു. ആവശ്യമായ പോലീസും സജ്ജമാണ്. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രവും. ഇവിടെ ഒരു ബൂത്തും പ്രവർത്തിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭയിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം സജ്ജം. ഒറ്റപ്പാലം LSN HHS ആണ് വിതരണ കേന്ദ്രം. 2 വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. രാവിലെ 8-ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 39 വാർഡുകളിലേക്കാണ് നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനായി 44 ബൂത്തുകളാണ് സജ്ജമാക്കുന്നത്. 50 വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജീകരിക്കും. വിതരണ കേന്ദ്രത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായങ്ങൾക്കായി 85ഓളം ജീവനക്കാരുണ്ടാകും. നിലവിൽ കമ്മീഷൻ ചെയ്ത യന്ത്രങ്ങളെല്ലാം ഒറ്റപ്പാലം LSN GHS സ്കൂളിൽ സജ്ജമാക്കിയ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോളിംഗിന് ശേഷവും യന്ത്രങ്ങൾ ഇതേ സ്ട്രോങ് റൂമിൽ തന്നെയാണ് സൂക്ഷിക്കുക. ഹരിത ബൂത്തുകൾ ഒരുക്കാനുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിൽ നടക്കും. ബുധനാഴ്ച രാവിലെ 11 മണി മുതലാണ് വിതരണം ആരംഭിക്കുക.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. ടൗണിലെ LP സ്കൂൾ മോഡൽ ഹരിത ബൂത്താക്കി മാറും. ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിക്കുമെന്നും ഇതിൻ്റെ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു. ഹരിത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുമുള്ള തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പ് 2025 നടത്താൻ നിശ്ചയിക്കുകയായിരുന്നു. ടൗണിലെ LP സ്കൂളിലെ ബൂത്ത് മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും. വിതരണ കേന്ദ്രത്തിലും മാലിന്യം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മോഡൽ ബൂത്തിൻ്റെ മിനിയേച്ചർ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ മിനിയേച്ചർ പ്രദർശിപ്പിക്കുക. പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മിനിയേച്ചറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നഗരസഭയിലെ തന്നെ ശുചീകരണ തൊഴിലാളികളായ ആനന്ദൻ, ബിജു ജോസ് എന്നിവരാണ്. ഓലയും പട്ടയും കൊണ്ട് ഹരിത ബൂത്തുകൾ തയ്യാറാക്കിയാൽ അവ പിന്നീട് വേസ്റ്റായി മാറുമെന്ന് കരുതിയാണ് പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ ഹരിത ബൂത്തുകൾ ഒരുക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ P. ശിവൻ STVയോട് പറഞ്ഞു. അതുപോലെ തന്നെ അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് മറ്റുള്ള ബൂത്തുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഓലയും പട്ടയും അതുപോലെ തന്നെ ഒക്കെ വെച്ചുകൊണ്ടാണ്. പക്ഷെ അത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബൂത്തിലും ഹരിതകർമ്മസേനയെ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു. പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച 3 ബിന്നുകൾ 3 ബൂത്തുകളിൽ സ്ഥാപിക്കും. മറ്റു ബൂത്തുകളിൽ പ്ലാസ്റ്റിക് ബിന്നുകളാണ് ഉപയോഗിക്കുക. എല്ലാ ബൂത്തുകളിലും മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനുമായി ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെയും വികസന വിരുദ്ധരെയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട പാലക്കാട് മുന്നോട്ടിൻ്റെ പ്രചാരണം. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പാലക്കാട് നഗരത്തിനാവശ്യമായ വികസനങ്ങളെ തുരങ്കം വെച്ചവർക്ക് വോട്ട് നൽകരുതെന്ന് പാലക്കാട് മുന്നോട്ട് ആവശ്യപ്പെട്ടു. നഗരസഭയ്ക്ക് സമീപം അഞ്ചുവിളക്കിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി. പാലക്കാട്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരമായ മഞ്ഞക്കുളം ബസ് ലോറി സ്റ്റാൻഡ് ഇല്ലാതാക്കി ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കയ്യേറാനുള്ള അവസരമൊരുക്കിയതിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത്. ഒലവക്കോട്, പാലക്കാട് മാർക്കറ്റ്, നഗരം എന്നിവിടങ്ങളിലെ കണ്ണായ ഭൂമികൾ അന്യാധീനപ്പെടാനിടയാക്കിയത് ആരെന്ന് ജനം തിരിച്ചറിയണം. മാലിന്യ പ്രശ്നം, കുടിവെള്ളം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയാവുകയും പ്രതികരിക്കുകയും വേണമെന്നും പാലക്കാട് മുന്നോട്ട് പ്രസിഡന്റ് ഡോക്ടർ MN അൻവറുദ്ദീൻ ആവശ്യപ്പെട്ടു. S. സുരേന്ദ്രൻ, അബ്ദുൽ ജലീൽ, MN പരമേശ്വരൻ, C. ഉണ്ണികൃഷ്ണൻ, CN അപ്പുണ്ണി, K. ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയെ കലാമണ്ഡലം അധ്യാപകനെ ചെന്നൈയിൽ നിന്ന് ചെറുതുരുത്തി പോലീസ് പിടികൂടി. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന കേസിൽ കലാമണ്ഡലം വൈസ് ചാൻസലറുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ദേശമംഗലം കൊല്ലൂർക്കാവിൽ 48 വയസ്സുള്ള കനകകുമാറിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ചെറുതുരുത്തി പോലീസ് സ്ക്വാഡ് SI ജോളി സെബാസ്റ്റ്യൻ, SP POമാരായ വിനീത് മോൻ, ജയകൃഷ്ണൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. വടക്കഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാടാനാകുറിശി തൃത്താന്തോന്നി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത പണം കവർന്ന മോഷ്ടാവ് ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. വെസ്റ്റ് കൊടുമുണ്ട തൊടിമരം വീട്ടിൽ കൃഷ്ണാനന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ നവംബർ 24-നാണ് വാടാനാംകുറിശി പൊയിലൂർ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. അമ്പലത്തിന്റെ ഗേറ്റിന് പുറത്തും ക്ഷേത്രമതിൽക്കെട്ടിനകത്തുമുള്ള ഭണ്ഡാരങ്ങൾ തകർത്ത് 20,000 രൂപയാണ് മോഷ്ടാവ് കവർന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും കളവിന്റെ ശൈലി സംബന്ധിച്ച് വിശകലനം നടത്തിയുമാണ് പോലീസ് പ്രതിയായ കൃഷ്ണാനന്ദനിലേക്ക് എത്തിയത്. ഇക്കഴിഞ്ഞ 7-ന് രാത്രി വാടാനാംകുറിശി കുമ്പാരംകട്ടി രുദ്രാല ഭഗവതി ക്ഷേത്രത്തിനു സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട കൃഷ്ണാനന്ദനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരമറിയിച്ചിരുന്നു. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് തൃത്താന്തോന്നി മോഷണത്തിന്റെ ചുരുളഴിയുന്നത്. പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 20ഓളം ക്ഷേത്രമോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ V. രവികുമാറിന്റെ നേതൃത്വത്തിൽ SI P. സേതുമാധവൻ, ASI രാജീവ്, SCPO അരുൺ, സജീഷ്, CPO സുജി ശേഖർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ന്യൂസ് സെന്റർ, ഷൊർണൂർ. ട്രെയിൻ യാത്രയ്ക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തി ആറ്റൂർ സ്വദേശിയായ 38-കാരൻ സനൂപാണ് പിടിയിലായത്. നിരവധി കളവ് കേസിലെ പ്രതിയായ സനൂപ് 6 വർഷത്തിനു ശേഷമാണ് പിടിയിലാകുന്നത്. 2019 ഫെബ്രുവരി 20-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അന്ന് മലബാർ എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് കല്ലായി സ്വദേശിനിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടങ്ങിയ ലേഡീസ് ഹാൻഡ് ബാഗ് കവർച്ച നടത്തി ജാമ്യമെടുത്ത് മുങ്ങിയ നിരവധി കളവ് കേസിലെ പ്രതി 6 വർഷത്തിനു ശേഷമാണ് പിടിയിലാകുന്നത്. ചെറുതുരുത്തി ആറ്റൂർ മണപ്പടി വീട്ടിൽ 38-കാരനായ സനൂപിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വീട്ടുകാരുമായി ബന്ധപ്പെടാതെ പല സ്ഥലങ്ങളിലായി മാറി മാറി കഴിഞ്ഞു വരികയായിരുന്നു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 10-ലേറെ കളവ് കേസുകളും അടിപിടി കേസുകളും ഉണ്ടെന്ന് റെയിൽവേ പോലീസ് പറയുന്നു. പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ SI അനിൽ മാത്യുവിന് പുറമെ ASI സുരേഷ് മണികണ്ഠൻ, സീനിയർ CPOമാരായ അബ്ദുൾ മജീദ്, നിഷാദ് എന്നിവരുമുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊട്ടേഷൻ സംഘത്തിൽ നിന്നും രക്ഷപ്പെട്ട വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം വണ്ടൂർ സ്വദേശിയായ വ്യവസായിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇതിനിടെ കേസിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മുഖത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മലപ്പുറം വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി VP മുഹമ്മദ് അലി സുഖം പ്രാപിച്ചു വരികയാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനിടെ കേസിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പ്രതികൾക്ക് സംരക്ഷണമൊരുക്കിയ യുവാവാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം കൊച്ചി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെ തിരുമിറ്റക്കോട് കോഴിക്കോട്രി പാലത്തിന് സമീപത്തു നിന്നാണ് മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആഡംബര കാർ മുഖംമൂടി സംഘം തടഞ്ഞു നിർത്തി തല്ലി തകർത്ത ശേഷം തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. കൊട്ടേഷൻ സംഘത്തിന്റെ കാറിൽ കയറ്റി പിന്നീട് ഇതിൽ നിന്നിറക്കി മറ്റൊരു കാറിൽ കയറ്റിയാണ് രാത്രി പത്തംകുളം കുണ്ടിടയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ചത്. അക്രമി സംഘം മദ്യപിച്ച് അബോധാവസ്ഥയിലായതിനു പിന്നാലെയാണ് മുഹമ്മദ് അലി രക്ഷപ്പെട്ടത്. മർദ്ദനമേറ്റ് അവശനിലയിലായിരുന്ന മുഹമ്മദ് അലിയെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചതെന്നാണ് സൂചന. ഷൊർണൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാർ വിൽക്കാൻ എത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികളെ കൂടി ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട ആളൂർ പതിയാരത്ത് പറമ്പിൽ സജി മാമ എന്ന 30 വയസ്സുള്ള ആനസജി, കാപ്പ കേസിൽ നാടുകടത്തിയ ചെറുതുരുത്തി കല്ലടിക്കുന്നത്ത് വീട്ടിൽ 29 വയസ്സുള്ള അഷറഫ് എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. വീടുകളിൽ ഇവർ എത്തിയിട്ടുണ്ടെന്ന് കുന്നംകുളം SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വിനുവിന്റെ നിർദ്ദേശപ്രകാരം SI AR നിഖിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് SI സലീം എന്നിവരുടെ പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നവംബർ 15-ന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംനാദിനെ ആക്രമിച്ച് പണവും കാറും കൈക്കലാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഇവർ. 1-ാം പ്രതി അടക്കമുള്ളവർ മുൻപ് പോലീസ് ജയിലിലടച്ചിരുന്നു. നിലവിൽ അറസ്റ്റ് ചെയ്ത 2 പ്രതികളെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാർത്തകൾ തുടരുന്നു. മങ്കര JCI മങ്കര NNN അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ യുവാക്കൾക്കായി തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ക്ലാസ് നയിച്ചു. ജനാധിപത്യ രാജ്യം ഏതാണ് ചോദിച്ചാൽ ഏതാണ് അറിയാം. അതിൽ തർക്കമുണ്ടോ? ഇല്ലല്ലോ. ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? കൃത്യമായ കാലയളവിൽ തെരഞ്ഞെടുപ്പ് നടക്കപ്പെടുന്നത്. 5 വർഷക്കാലമാണ് നമ്മുടെ മാൻഡേറ്റ്. 5 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ മങ്കര ഗ്രാമപഞ്ചായത്തില് 5 വർഷം മുമ്പ് പ്രസിഡന്റ് ആക്കി അല്ലെ? ആ പ്രസിഡന്റ് ആക്കി 5 വർഷം കഴിഞ്ഞു. ഞാൻ എത്ര നന്നായി ഭരിച്ചാലും, ഇപ്പൊ പ്രവീൺ സാർ പറഞ്ഞു, എത്ര നന്നായി ഭരിച്ചാലും 5 കൊല്ലം കഴിഞ്ഞാൽ എന്താ സംഭവം? JCI മങ്കര NNN അക്കാദമി പ്രസിഡന്റ് MP ആരതി അധ്യക്ഷത വഹിച്ചു. യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് എത്തിക്കുന്നതിനായി വിവിധ പരിപാടികൾ അരങ്ങേറി. തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ യുവജന പ്രസംഗങ്ങൾ, തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്വിസ് മത്സരം, ജനാധിപത്യ പങ്കാളിത്തം പ്രാധാന്യമാക്കി യുവജന റാലി, പ്ലക്കാർഡുകളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ, വോട്ടിംഗ് പ്രാധാന്യം അവതരിപ്പിക്കുന്ന വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. സർഗാത്മക മനസ്സുകൾ, ആത്മവിശ്വാസമുള്ള ശബ്ദങ്ങൾ, അറിവുള്ള തിരഞ്ഞെടുപ്പുകൾ, ശക്തമായ ജനാധിപത്യത്തിലേക്ക് നയിക്കുന്ന യുവാക്കൾ എന്നിവരെ വാർത്തെടുക്കുകയാണ് ഇത്തരം പരിപാടികൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ പ്രതിഭ MS സ്വാഗതവും സെക്രട്ടറി ബിഷ ബഷീർ നന്ദിയും പറഞ്ഞു.
കൂടാതെ JCI മുൻ പ്രസിഡന്റ് JFM ജസീല, അക്കാദമിക് ഡയറക്ടർ പ്രവീൺ എസ് മാധവൻ എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 60ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം തുടരുന്നു. ഡിസംബർ 15 തിങ്കളാഴ്ച യജ്ഞത്തിന് സമാപനമാകും. ബ്രഹ്മശ്രീ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പരിമണം ബാബു, കുറിച്ചി നാരായണൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ. അപൂർവം ചില ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശിവപുരാണ മഹായജ്ഞം നടക്കാറുള്ളത്. തിങ്കളാഴ്ച രാവിലെ ശിവ സഹസ്രനാമജപം, പുരാണ ഗ്രന്ഥ സമർപ്പണം, ശിവപുരാണ പാരായണം, രുദ്രാഭിഷേകം, അന്നപ്രസാദം, വൈകിട്ട് പാർവതി സ്വയംവര ഘോഷയാത്ര, ആചാര്യ പ്രഭാഷണം എന്നിവയുണ്ടായി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ഉമാമഹേശ്വര പൂജ, ദീപാരാധന, രാത്രി യജ്ഞശാലയിൽ ദീപാരാധന, ഭജനമ, ദീപപ്രദക്ഷിണം, മംഗളാരതി തുടങ്ങിയവ നടന്നു. ഡിസംബർ 16 പ്രതിഷ്ഠാ ദിനത്തോടെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാശിവപുരാണ ജ്ഞാനയജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കോടതി വിധി സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണാം. കേസിൽ ഇപ്പോൾ ഇന്നത്തെ കോടതി വിധി വന്നിരിക്കുന്നത് വളരെ സാധാരണ ജനങ്ങൾക്ക് ഒരു പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉളവാക്കത്തക്ക രീതിയിലുള്ള ഒരു വിധിന്യായം വന്ന പോലെയാണ് നമുക്ക് സാധാരണക്കാർക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇന്നേ വരെ കേസിൻ്റെ ഇത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കുറ്റം ചെയ്ത പല ആൾക്കാരും രക്ഷപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നീതിന്യായ വകുപ്പിൽ തന്നെ വളരെ നല്ല രീതിയിൽ അതിൻ്റെ തെളിവെടുപ്പും മറ്റുള്ള കാര്യങ്ങളും അത് കുറച്ചുകൂടിയിട്ട് കാര്യക്ഷമമാക്കണം എന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. കേരളത്തിലെ ദിലീപിൻ്റെ പ്രശ്നത്തിൽ കോടതി വിധി എന്ന് പറയുമ്പോൾ അതിൽ ശരിയല്ലാത്ത രീതിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ശിക്ഷക്കാരും ഇരയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരാളുണ്ട്, അയാൾ കൊട്ടേഷൻ കൊടുത്തതാണ് ഇവർക്ക് എന്നുള്ളത് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ കൊട്ടേഷൻ കൊടുത്ത ആളെ കോടതിക്കും പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗൂഢാലോചനയ്ക്ക് തെളിവില്ല, അതൊരു വസ്തുത വേറെയാണ്. എങ്കിലും സത്യസന്ധമായൊരു വിധിയല്ല. 100% ഹൈക്കോടതിയിലും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലും അപ്പീൽ പോയിട്ട് ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. നഗരഗ്രാമങ്ങളിൽ ആവേശം അലതള്ളി. ഇനി നിശബ്ദ പ്രചരണം. ആദ്യഘട്ടത്തിൽ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. പാലക്കാട്, തൃശൂർ ഉൾപ്പെടെ ശേഷിക്കുന്ന ജില്ലകൾ വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങൾ സജ്ജം. ഒരുക്കങ്ങൾ തൃപ്തികരമെന്ന് അധികൃതർ. പോളിംഗ് സാമഗ്രികളുടെ വിതരണ നടപടികൾ ബുധനാഴ്ച രാവിലെ ആരംഭിക്കും. തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെയും വികസന വിരോധികളെയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന പാലക്കാട് മുന്നോട്ട്. പാലക്കാട് നഗരത്തിൽ വികസനം മുരടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്താനും ആഹ്വാനം. 5 വിളക്കിൽ പാലക്കാട് മുന്നോട്ടിന്റെ പ്രത്യേക പ്രചരണ പരിപാടി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകൻ ചെന്നൈയിൽ വെച്ച് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ദേശമംഗലം സ്വദേശി കനകകുമാർ. കൊട്ടേഷൻ സംഘം വ്യവസായിയെ ആക്രമിച്ച് തടവിലാക്കിയ സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിൽ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വണ്ടൂർ സ്വദേശി വ്യവസായിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അമ്പലക്കള്ളൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലായി 20ഓളം മോഷണ കേസിൽ പ്രതിയായ വെസ്റ്റ് കൊടുമുണ്ട സ്വദേശി കൃഷ്ണാനന്ദൻ. പ്രതി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് വാടനാകുറിശി തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ. ട്രെയിൻ യാത്രയ്ക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 6 വർഷത്തിന് ശേഷം പിടികൂടി ഷൊർണൂർ റെയിൽവേ പോലീസ്. കാർ വിൽപ്പനയ്ക്കെത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.